മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം തട്ടാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. വ്യാജരേഖകൾ ഹാജരാക്കി പണം തട്ടാൻ ഏജന്റുമാർക്ക് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നുവെന്നാണ് കണ്ടെത്തൽ. വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു. ആ ക്രമക്കേടുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, സമ്പന്നരായ വിദേശ മലയാളികൾക്ക് മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം അനുവദിച്ചിരിക്കുകയാണ്. കൊല്ലത്ത് പരിശോധിച്ച 20 അപേക്ഷയിൽ 13 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയത് ഒരു എല്ലുരോഗ വിദഗ്ധൻ തന്നെയാണ്. അപ്പോൾ അരുൺ, ഒരു വിപുലമായ ശൃംഖല തന്നെ പ്രവർത്തിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിലേക്ക് വരികയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? സഹല, അടുത്ത സമയത്ത് വിജിലൻസ് നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധനയിൽ ഏറ്റവും വ്യത്യസ്തവും അതുപോലെ തന്നെ വളരെ വ്യാപ്തിയുള്ളതുമായിട്ടുള്ള ഒരു ക്രമക്കേടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ സമൂഹത്തിലെ വിവിധ വിഭാഗത്തിലുള്ള ആൾക്കാരുടെ സംഭാവന വഴിയാണ് ഒരു ദുരിതാശ്വാസ നിധി രൂപീകരിച്ചിരിക്കുന്നത്. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്കും നിർധനരായിട്ടുള്ള ആൾക്കാർക്ക് ചികിത്സാ സഹായത്തിന് വേണ്ടിയാണ് കളക്ടറേറ്റ് വഴിയുള്ള അപേക്ഷ വഴി ഇത്തരത്തിലുള്ള പണം അനുവദിക്കുന്നത്. അത് കളക്ടറേറ്റിൽ സ്ക്രൂട്ടണി ചെയ്തതിനു ശേഷം അർഹരായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച്, ആധാർ പരിശോധിച്ച്, വരുമാനം പരിശോധിച്ചാണ് ഇത്തരക്കാർക്ക് പണം അനുവദിക്കുന്നത്. പക്ഷേ അതിൽ പോലും ഉദ്യോഗസ്ഥർ ക്രമക്കേട് കാണിക്കുന്നു. അതും ഏജന്റുമാർ മുഖേന വ്യാജരേഖകൾ സമർപ്പിക്കുക മാത്രമല്ല, ശരിയായ രോഗിയാണെങ്കിൽ അതിന് സമർപ്പിക്കുന്ന ഫോൺ നമ്പറും മറ്റു ബാങ്ക് ഡീറ്റെയിൽസും ഒക്കെ ഏജന്റിന്റെ ആയിരിക്കും. അങ്ങനെയാണ് ക്രമക്കേട് നടക്കുന്നത്. അതായത് ബാങ്കിലാക്കി അക്കൗണ്ടിൽ പൈസ വന്നു കഴിഞ്ഞാൽ അതിന്റെ പകുതി ഭാഗം ഈ ഉദ്യോഗസ്ഥരും ഏജന്റും തട്ടിക്കൊണ്ടുപോകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ കളക്ടറേറ്റുകൾ പരിശോധന നടത്തിയത്. ഇത് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ്. തിരുവനന്തപുരം ജില്ലയിൽ നോക്കിയാൽ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിലെ ഒരു ഏജന്റിന്റെ 16 അപേക്ഷ നൽകിയതിൽ 16 അപേക്ഷയിലും ചികിത്സയ്ക്ക് പണം അനുവദിച്ചിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ പരിശോധിക്കുകയാണെങ്കിൽ 20 അപേക്ഷകൾ ഇന്ന് പരിശോധിച്ചപ്പോൾ അതിൽ അനുവദിച്ചിരിക്കുന്ന ചികിത്സാ പണം അനുവദിച്ചിരിക്കുന്ന 13 എണ്ണവും ഒരു എല്ലുരോഗ വിദഗ്ധനാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. കോട്ടയം മുണ്ടക്കയം സ്വദേശിയായുള്ള ഒരു വ്യക്തി കോട്ടയം, ഇടുക്കി ജില്ലകളിലെ കളക്ടറേറ്റുകളിൽ നിന്നായി 2 പ്രാവശ്യമായി ഹൃദ്രോഗത്തിനും വൃക്കരോഗത്തിനുമായി 2 പ്രാവശ്യമായി പണം അനുവദിച്ചിരിക്കുന്നു. പക്ഷേ ഇയാൾക്ക് കരുനാഗപ്പള്ളി ആശുപത്രിയിലെ ഒരു എല്ലുരോഗ വിദഗ്ധനാണ് രോഗത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. എറണാകുളത്താണ് അതിനേക്കാൾ വലിയ തട്ടിപ്പ് പുറത്തു വരുന്നത്. എറണാകുളത്ത് 2 ചികിത്സ മുഖ്യമന്ത്രിയുടെ പണം അനുവദിച്ചിരിക്കുന്ന 2 പേർ, അതും വിദേശത്തുള്ള 2 സമ്പന്നരായ 2 പേരുടെ പേരിലാണ് എറണാകുളം ജില്ലയിൽ നിന്നും ഈ പണം അനുവദിക്കുക. അങ്ങനെ എല്ലാ ജില്ലകളിലും വലിയൊരു ക്രമക്കേടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. കരയാൻ പോലും ശേഷിയില്ലാതെ പാവങ്ങൾ ഈ ചികിത്സയ്ക്ക് വേണ്ടി ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് സമ്പന്നരായ ആളുകൾക്ക് പോലും പണം നൽകി പലരുടെയും പേരിൽ പണം തട്ടിയെടുത്തുള്ള ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. കുറ്റക്കാർ പിടിയിലാകുമെന്ന്